എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ബേൽപൂരി ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അവരതിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ചെയ്യുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റിനോട് തന്നെ നിൽക്കുന്നൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ. അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റും സബോളയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ 3 ഐറ്റംസ് നമുക്ക് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ക്യാരറ്റ്, തക്കാളിയും സബോളയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും ചെറുനാരങ്ങയും വേണം കേട്ടോ. ഇത് മല്ലിയില ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാം. പിന്നെ നമുക്കിത് പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ സേവ് എടുത്തിട്ടുണ്ട്. ഇതിന് പോലെ നമുക്ക് മിക്സർ ഇടാം കേട്ടോ. പിന്നെ പൊരിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ കൂട്ടി മിക്സ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കണേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനാണ് കേട്ടോ പോണത്. ആദ്യം തന്നെ സേവ് ഉണ്ടല്ലോ, ഈ സേവ് കുറച്ചിടണം കേട്ടോ. ഈ സേവിന് പകരം നമുക്ക് മിക്സർ വേണമെങ്കിൽ ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പൊരി ഇടാം കേട്ടോ. പൊരി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ഇടാം കേട്ടോ. മല്ലിയില, ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ചാട്ട് മസാല ഇടുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് ചാട്ട് മസാല ഇടുന്നുണ്ട് കേട്ടോ. ഇനി ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഇത്ര ഉള്ളോട്ടോ പണി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.